I now invite Sri Roji M. John, Minister Designate, to take the oath of office and oath of secrecy. അടുത്തത് അങ്കമാലിയിൽ നിന്നുള്ള നിയുക്ത MLA റോജി എം ജോൺ മൂന്നാം വരവിൽ മന്ത്രിയാവുകയാണ്. റോജി എം ജോൺ മന്ത്രിയാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം സർപ്രൈസ് എൻട്രിയാണ് VDS മന്ത്രിസഭയിലേക്ക് റോജി എം ജോൺ നടത്തുന്നത്. റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റോജി എം ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മൂന്നാം വട്ടമാണ് അങ്കമാലിയിൽ നിന്ന് റോജി എം ജോൺ നിയമസഭയിലേക്ക് എത്തുന്നത്. ഇതാ ഇത്തവണ മന്ത്രിസ്ഥാനവും. മന്ത്രിയാകുമോ എന്ന് അവസാന നിമിഷം വരെ ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ VDS മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നു. KSU പ്രവർത്തകനായാണ് രാഷ്ട്രീയത്തിൽ തുടക്കം. അത് എറണാകുളം തേവര SH കോളേജിൽ നിന്ന് BA എക്കണോമിക്സ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil. ഇതാണ് വിദ്യാഭ്യാസ യോഗ്യത.